ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് 2026 റിലീസായ സെക്കൻഡ് കേസ് ഓഫ് സീതാറാം എന്ന കന്നഡ മൂവിയാണ്. ഒരു നാട്ടിൽ തുടർച്ചയായി നടക്കുന്ന മധ്യവയസ്കരുടെ സീരിയൽ കില്ലിംഗ് കൊലപാതകങ്ങൾ, കൈകാലുകളും കഴുത്തും മുള്ളുവേലിയ ബന്ധിച്ച് അതിക്രൂരമായ ആ കൊലപാതകങ്ങൾ നടത്തുന്നത് ഒരു സൈക്കോ കില്ലർ ആണെന്ന് കണ്ടെത്തുന്നു. പക്ഷെ കില്ലറിനെ കണ്ടെത്തിയെന്ന് കരുതുമ്പോഴേക്കും ഓരോ തവണയും യഥാർത്ഥ പ്രതി രക്ഷപ്പെടുന്നു. അങ്ങനെ ഓരോ നിമിഷവും നമ്മളെ ആകാംക്ഷയുടെ മുൾമുനയിൽ എത്തുന്ന ഒരു കിടില സൈക്കോ ത്രില്ലർ മൂവിയാണിത്. അപ്പൊ ഇനിയും കൂടുതൽ പറഞ്ഞ് ലാഗടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ മൂവിയിലേക്ക് പോകാം. മൂവിയുടെ തുടക്കത്തിൽ കർണാടകയിലെ ശിവമോഗ എന്നൊരു ഗ്രാമമാണ് കാണിക്കുന്നത്. ഗ്രാമത്തിൽ കുറച്ചു നാളുകളായി തുടർച്ചയായി നടക്കുന്ന കൊലപാതകങ്ങൾ കാരണം ഗ്രാമവാസികളെല്ലാം ജാഗ്രത പാലിക്കണമെന്നും ഒറ്റയ്ക്കാരും പുറത്തിറങ്ങരുതെന്നും പബ്ലിക് അനൗൺസ്മെന്റ് നടത്തുന്നു. മറുഭാഗത്ത് ഇത്രയൊക്കെ നടന്നിട്ടും കുറ്റവാളിയെ കണ്ടെത്താൻ കഴിയാത്തത് പോലീസിന്റെ അനാസ്ഥയാണെന്ന് പറഞ്ഞ് ന്യൂസ് ചാനലുകളും ഗ്രാമവാസികളും എല്ലാം പോലീസിനെ കുറ്റപ്പെടുത്തുന്നു. ശിവമോഗയിലെ ആനഗുഡി സ്റ്റേഷൻ SI സീതാറാമാണ് കേസ് അന്വേഷിച്ചിരുന്നത്. ചുരുങ്ങിയ കാലയളവിൽ തന്നെ ഡിപ്പാർട്ട്മെന്റിൽ പേരെടുത്ത ഓഫീസറായിട്ടും ഇത്തവണ കമ്മീഷണർ സീതാറാമിനെ വഴക്ക് പറയുന്നു. ആളുകൾക്ക് ഇപ്പോ നിങ്ങളിലുള്ള വിശ്വാസം കുറഞ്ഞു വരികയാണെന്നും ഈ കേസ് നിങ്ങളുടെ കരിയറിൽ തന്നെ ഒരു ബ്ലാക്ക് മാർക്ക് ആകാതെ സൂക്ഷിച്ചോളാനും കമ്മീഷണർ സീതാറാമിനോട് പറയുന്നു. എങ്ങനെയൊക്കെ കുറ്റപ്പെടുത്താൻ മാത്രം സീതാറാമിന്റെ ഭാഗത്തു നിന്നുണ്ടായ പിഴവെന്താണെന്ന് കാണിക്കാനായി നമ്മളെ ചെറിയൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. ചെറുപ്പത്തിലെ തന്നെ അമ്മ മരണപ്പെട്ട സീതാറാമിന് സ്വന്തം എന്ന് പറയാൻ അച്ഛനും ചേച്ചിയും മാത്രമാണ് ഉണ്ടായിരുന്നത്. അമ്മയില്ലാത്തതുകൊണ്ട് തന്നെ സീതാറാമിന് ചേച്ചിയുമായിട്ടാണ് കൂടുതൽ അടുപ്പം ഉണ്ടായിരുന്നത്. അവരങ്ങനെ സന്തോഷത്തോടെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് സീതാറാമിന്റെ ചേച്ചി ഒരാളെ പ്രണയിക്കുന്ന കാര്യം അവരുടെ വീട്ടിൽ അറിയുന്നത്. ഇതറിഞ്ഞതും സീതാറാമിന്റെ അച്ഛൻ അവളെ വീട്ടിൽ നിന്ന് പടിയിറക്കി വിടുന്നു. ഇക്കാര്യത്തെ സീതാറാമിന് ഏറെ വിഷമമുണ്ടെങ്കിലും ചേച്ചിക്ക് വേണ്ടി അവനൊന്നും ചെയ്യാനാവുന്നില്ല. കുറച്ചു നാളുകൾക്ക് ശേഷം ഗർഭിണിയായ സന്തോഷത്തിൽ സീതാറാമിന്റെ ചേച്ചിയും ഭർത്താവും വീട്ടിലേക്ക് വരുന്നെങ്കിലും അച്ഛനെ ധിക്കരിച്ച് അവരെ അകത്തേക്ക് ക്ഷണിക്കാൻ സീതാറാമിന് കഴിയുന്നില്ല. അച്ഛനെ പേടിച്ചാണ് സീതാറാം അങ്ങനെ ചെയ്തതെങ്കിലും തന്റെ കുഞ്ഞനിയനും തന്നോട് വെറുപ്പാണെന്ന് കരുതി ചേച്ചി അവനോട് പിണങ്ങി അവിടെ നിന്ന് തിരിച്ചു പോകുന്നു. അന്ന് അവർ അവിടെ നിന്ന് പോയെങ്കിലും വർഷങ്ങൾക്ക് ശേഷം ഭർത്താവിന് വീണ്ടും നാട്ടിലേക്ക് ട്രാൻസ്ഫർ ആയതിനാൽ സീതാറാമിന്റെ ചേച്ചിയും കുടുംബവും വീണ്ടും നാട്ടിലേക്ക് തിരിച്ചു വരുന്നു. അപ്പോഴേക്ക് സീതാറാം ആവട്ടെ ആനഗുഡി സ്റ്റേഷനിൽ ഇൻസ്പെക്ടറായി ചാർജ് എടുക്കുന്നു. നെക്സ്റ്റ് സീനിൽ സ്റ്റേഷനിലെ തൂപ്പുജോലിക്കാരിയായ രത്നമ്മ മകന്റെ ബർത്ത്ഡേ പ്രമാണിച്ച് സീതാറാമിനും മറ്റുള്ളവർക്കും എല്ലാം സ്വീറ്റ്സ് കൊടുക്കുന്നതാണ് കാണിക്കുന്നത്. സ്വീറ്റ്സ് വാങ്ങിയ ശേഷം ആരോഗ്യമല്ല ശ്രദ്ധിക്കണമെന്നും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കണമെന്നും ഒക്കെ സീതാറാം രത്നമ്മയോട് പറയുന്നു. ശേഷം ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാനായി സ്റ്റേഷൻ അടുത്തുള്ള ജയന്റെ ഹോട്ടലിൽ കയറുമ്പോഴാണ് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ചേച്ചിയെ സീതാറാം കാണുന്നത്. സീതാറാമിനെ തിരിച്ചറിഞ്ഞതും ചേച്ചി അവനെ മൈൻഡ് ചെയ്യാതെ ദേഷ്യത്തോടെ മുഖം വെട്ടിക്കുന്നു. നെക്സ്റ്റ് സീനിൽ കോൺസ്റ്റബിൾ ശ്രീനിവാസ് റോഡിൽ വെച്ച് രത്നമ്മയോട് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. 2 ദിവസമായിട്ട് ജോലിക്ക് വരാത്ത എന്താണെന്ന് ശ്രീനിവാസ് തിരക്കുമ്പോൾ തനിക്ക് തീരെ സുഖമില്ലായിരുന്നെന്ന് രത്നമ്മ മറുപടി പറയുന്നു. അങ്ങനെയാണെങ്കിൽ വയ്യാഴ്കയൊക്കെ ശരിക്കും മാറിയിട്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞ് ശ്രീനിവാസ് അവിടെ നിന്ന് പോകുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷമാണ് രത്നമ്മ 2 ദിവസങ്ങൾക്ക് മുന്നേ മരണപ്പെട്ടെന്ന് ഹെഡ് കോൺസ്റ്റബിൾ സീതാറാമിനോട് പറയുന്നത്. ഇതറിഞ്ഞതും നേരത്തെ എന്നോട് പറയാൻ എന്താണെന്ന് സീതാറാം തിരിച്ചു ചോദിക്കുന്നു. ശേഷം സീതാറാം ഉടൻ തന്നെ രത്നമ്മയുടെ വീട്ടിലേക്ക് പോകുന്നു. രത്നമ്മയുടെ മകനെ തന്റെ അനുശോചനം അറിയിച്ച ശേഷമാണ് സീതാറാം അവിടെ നിന്ന് മടങ്ങുന്നത്. നെക്സ്റ്റ് സീനിൽ സ്റ്റേഷന്റെ അടുത്ത് ഹോട്ടലിൽ നടക്കുന്ന ജയണ്ണ മിസ്സിംഗ് ആണെന്ന് കംപ്ലൈന്റ് കൊടുക്കാൻ പുള്ളിയുടെ വൈഫും മകനും സ്റ്റേഷനിൽ വന്നിരിക്കുന്നതാണ് കാണിക്കുന്നത്. പരിചയക്കാരനായതുകൊണ്ട് സീതാറാം തന്നെയാണ് അവരോട് കാണാതെ അതിന്റെ ഡീറ്റെയിൽസ് തിരക്കുന്നത്. അങ്ങനെ സീതാറാം അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സ്റ്റേഷനിലേക്ക് ഒരു ഡെഡ് ബോഡി കിട്ടിയെന്ന് ഫോൺ കോൾ വരുന്നത്. അവിടെ ചെന്നതും കൈകാലുകളും കഴുത്തും മുള്ളുവേലിയെ വരഞ്ഞു മുറുക്കി ദേഹമാസാല മുറിവുകളുമായി കിടക്കുന്ന ജയണ്ണയുടെ ഡെഡ് ബോഡിയാണ് കാണുന്നത്. കൊടൂരമായി കൊല ചെയ്ത ആ മൃതദേഹം കണ്ടതും സീതാറാം ആകെ വല്ലാതെയാവുന്നു. ഇതുവരെ കണ്ടതിൽ എന്റെ കരിയറിൽ തന്നെ ഏറ്റവും ക്രൂരമായ കൊലപാതകം ഇതാണെന്ന് ഡോക്ടർ സീതാറാമിനോട് പറയുന്നു. വൈറ്റൽ ഓർഗൻസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഡാമേജ് ആയിട്ടുണ്ടെന്നും മാത്രമല്ല ബോഡിയിൽ ആകെ മൊത്തം 55 മുറിവുകളാണ് ഉള്ളതെന്നും ഡോക്ടർ സീതാറാമിനോട് പറയുന്നു. മുറിവുകളിൽ നിന്ന് രക്തം ഒഴുകുന്നത് കണ്ട് ഇരയുടെ വേദന ആസ്വദിക്കാനാവും ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. ഏറ്റവും ഒടുവിൽ ഹൃദയഭാഗത്തായി 4 ഇഞ്ച് ആഴത്തിൽ ആണികൊണ്ട് തറച്ചിരിക്കുന്ന മുറിവാണ് മരണകാരണമായിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ഇത് ചെയ്തവൻ മെന്റലി ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള, കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞ ഒരു കംപ്ലീറ്റ് സൈക്കോപാത്ത് ആണെന്ന് ഡോക്ടർ സീതാറാമിനോട് പറയുന്നു. മറുഭാഗത്ത് ഒരു ചെറുപ്പക്കാരന്റെ നെഞ്ചിൽ കൂർത്ത ആണി അടിച്ചു കയറ്റുന്ന കില്ലറിനെ നമുക്ക് കാണിച്ചു തരുന്നു. ആ ചെറുപ്പക്കാരന്റെ മരണം ഉറപ്പിച്ച ശേഷം മുഖമാകെ രക്തക്കറയോടെ ഇരിക്കുന്ന കില്ലറിനെ കാണിച്ച് സീൻ കട്ടാവുന്നു. മറുഭാഗത്ത് ജയണ്ണയുടെ സംസ്കാര ചടങ്ങുകളിൽ സീതാറാം പങ്കെടുക്കുന്നത് കാണിക്കുന്നു. ബോഡി ശ്മശാനത്തിലേക്ക് എടുക്കുന്ന സമയത്താണ് ഹെഡ് കോൺസ്റ്റബിൾ അവിടേക്ക് വന്ന് മറ്റൊരു ഡെഡ് ബോഡിയും കണ്ടുകിട്ടിയ കാര്യം സീതാറാമിനെ അറിയിക്കുന്നത്. ജയണ്ണയുടെ മൃതദേഹത്തിന് സമാനമായ നിലയിലാണ് അടുത്ത ഡെഡ് ബോഡിയും കണ്ടുകിട്ടുന്നത്. അന്വേഷണത്തിൽ നിന്നും കൊല്ലപ്പെട്ടയാളുടെ പേര് അശോക് എന്നാണെന്നും ബാംഗ്ലൂർ ക്യാബ് ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്ന അശോക്
15 ദിവസത്തിന് മുന്നെയാണ് നാട്ടിലേക്ക് വന്നതെന്നും ഒരാഴ്ച മുന്നേ ബാംഗ്ലൂരിലേക്ക് തിരിച്ചു പോവുകയാണെന്ന് പറഞ്ഞു പോയതാണെന്നും അശോകന്റെ ഫ്രണ്ട് സീതാറാമനോട് പറയുന്നു. ഇതൊരു സീരിയൽ കില്ലിംഗ് ആണെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ കമ്മീഷണറുടെ അനുവാദത്തോടെ കൂടുതൽ പോലീസുകാരെ സീതാറാം അന്വേഷണത്തിൽ ഉൾപ്പെടുത്തുന്നു. പോലീസ് പിന്നാലെ ഉണ്ടെന്ന് അറിഞ്ഞ സ്ഥിതിക്ക് കില്ലർ ഇപ്പോൾ കൂടുതൽ അലർട്ട് ആയിട്ടുണ്ടാവുമെന്നും അതുകൊണ്ട് നമ്മളും കൂടുതൽ ജാഗ്രത കാണിക്കണമെന്നും സീതാറാം തന്റെ ടീംമേറ്റ്സിനോട് പറയുന്നു. സാധാരണ സൈക്കോ കില്ലേഴ്സ് എല്ലാം കൊലപാതകത്തിന് ശേഷം അവരുടേതായ രീതിയിൽ എന്തെങ്കിലും സിഗ്നേച്ചർ അവശേഷിപ്പിക്കാറുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കില്ലർ ഉറപ്പായിട്ടും തികച്ച സാധാരണക്കാരന്റെ മുഖമുള്ള ഒരാളായിരിക്കുമെന്നും അതുകൊണ്ട് തന്നെ അയാൾ മുന്നിൽ വന്ന് നിന്നാൽ പോലും നമുക്കൊരു പക്ഷെ തിരിച്ചറിയാനാവില്ലെന്നും സീതാറാം അവരോട് പറയുന്നു. മറുഭാഗത്ത് ഈ സമയം തികച്ച സാധാരണക്കാരനെ പോലെ വീടും പൂട്ടി പുറത്തേക്ക് ഇറങ്ങുന്ന കില്ലറിനെ കാണിക്കുന്നു. ഈ സമയം സീതാറാമ പറഞ്ഞേൽപ്പിച്ചതുപോലെ നാടിന്റെ മുക്കും മൂലയിലും പോലീസുകാർ അന്വേഷണം നടത്തുന്നു. പക്ഷെ സംശയാസ്പദമായി എന്തെങ്കിലും കണ്ടെത്താൻ അവർക്ക് കഴിയുന്നില്ല. നെക്സ്റ്റ് സീനിൽ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സീതാറാമിന്റെ അടുത്തേക്ക് കില്ലർ വരുന്നതാണ് കാണിക്കുന്നത്. തികച്ച സാധാരണക്കാരന്റെ ഭാഗത്തിൽ വന്ന ആ കില്ലർ തന്റെ പേര് സെബാസ്റ്റ്യൻ എന്നാണെന്ന് സീതാറാമിനോട് പറയുന്നു. എന്റെ മോളെ കുറച്ചു നാളായിട്ട് ഒരു പയ്യെ ശല്യം ചെയ്യുകയാണെന്നും സാർ എങ്ങനെയെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തണമെന്നും സെബാസ്റ്റ്യൻ സീതാറാമിനോട് പറയുന്നു. അങ്ങനെയാണെങ്കിൽ സ്റ്റേഷനിൽ വന്നൊരു കംപ്ലൈന്റ് എഴുതി തരാൻ സീതാറാം പറയുമ്പോ അങ്ങനെ ചെയ്താൽ അതെന്റെ മോളുടെ ഭാവിയെ തന്നെ ബാധിക്കുമെന്നും അവളൊരു വിവാഹപ്രായം എത്തിയ പെണ്ണാണെന്നും സെബാസ്റ്റ്യൻ മറുപടി പറയുന്നു. എന്റെ വീട് തൊട്ടടുത്തുള്ള റിപ്പംപേട്ട് ഗ്രാമത്തിലാണെന്നും പലതവണ അവിടുത്തെ സ്റ്റേഷനിൽ കയറി ഇറങ്ങിയിട്ടും അവരാരും സഹായിക്കാത്തതുകൊണ്ടാണ് ഞാൻ സാറിന്റെ അടുത്ത് വന്നതെന്നും സെബാസ്റ്റ്യൻ പറയുമ്പോ സീതാറാമിന് അയാളോട് സഹതാപം തോന്നുന്നു. എന്തായാലും ശല്യം ചെയ്യുന്ന പയ്യന് ഫോട്ടോയും അഡ്രസ്സും തരാനും ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാമെന്നും സീതാറാം സെബാസ്റ്റ്യൻ ഉറപ്പ് നൽകുന്നു. നെക്സ്റ്റ് സീനിൽ സീതാറാം ഒരു ബാറുടമയെ കാണാൻ പോകുന്നതാണ് കാണിക്കുന്നത്. ജയണ്ണ അവസാനമായി മീറ്റ് ചെയ്തത് ആ ബാറുടമയായിരുന്നു. ജയണ്ണന്റെ മകൾ ബാറുടമയുടെ ഭാര്യയുടെ മ്യൂസിക് ക്ലാസ്സിലാണ് പഠിച്ചിരുന്നത്. മകളെ വിളിച്ചുകൊണ്ട് പോകാൻ നേരം ജയണ്ണ ബാറുടമയോട് 50,000 രൂപ കടം ചോദിച്ചിരുന്നു. ഇപ്പൊ എന്തിനാണ് പൈസയെന്ന് ബാറുടമ ചോദിക്കുമ്പോ ഹോട്ടലിൽ സ്ഥിരം ശല്യം ചെയ്യാൻ വരുന്ന ടിപ്പറുകാർക്ക് കൊടുക്കാനാണെന്നാണ് ജയണ്ണ പറയുന്നത്. മകളെ വീട്ടിലാക്കിയ ശേഷം ജയണ്ണ ബാറിൽ വന്ന് പൈസ വാങ്ങിച്ചുകൊണ്ട് പോവുകയായിരുന്നെന്നും ബാറുടമ സീതാറാമിനോട് പറയുന്നു. ജയണ്ണെ ശല്യം ചെയ്ത ടിപ്പറുകാരുടെ വണ്ടി ഡീറ്റെയിൽസും ഒപ്പം സീതാറാം ആവശ്യപ്പെട്ട പ്രകാരം ജയണ്ണ ബാറ് വന്നതിന് ശേഷമുള്ള CCTV ഫൂട്ടേജും ബാറുടമ സീതാറാമിന് കാണിച്ചു കൊടുക്കുന്നു. ഫൂട്ടേജിലുള്ള മുഴുവൻ വണ്ടികളുടെ ഡീറ്റെയിൽസ് എടുക്കണമെന്നും ഒപ്പം ജയണ്ണെ ചലഞ്ച് ചെയ്ത ടിപ്പറുകാരെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കണമെന്നും സീതാറാം തന്റെ അസിസ്റ്റന്റായ വസന്തിനോട് പറയുന്നു. സീതാറാമും കൂട്ടരും ബാറിൽ നിന്ന് പോയ പിറകെ അവിടെ നിന്ന് മദ്യവും വാങ്ങിച്ചുകൊണ്ട് ചൂണ്ടയിടാൻ പോകുന്ന ഒരു മധ്യവയസ്കനെ കാണിക്കുന്നു. അയാൾ ഒരു കുളത്തിൽ ചൂണ്ടയിട്ടുകൊണ്ട് മദ്യപിക്കുന്ന സമയത്താണ് പിറകെ നിന്ന് എന്തോ ശബ്ദം കേൾക്കുന്നത്. 1-2 തവണ അതേ ശബ്ദം ആവർത്തിക്കുമ്പോൾ അതെന്താണെന്ന് നോക്കാൻ പോയ ആ ചൂണ്ടക്കാരനെ ആരോ പിടിക്കുന്നതും പിന്നീട് അയാളുടെ ഉറക്കെയുള്ള നിലവിളിയും നമ്മളെ കേൾപ്പിക്കുന്നു. നെക്സ്റ്റ് സീനിൽ ജയണ്ണെ ശല്യം ചെയ്ത ടിപ്പറുകാരെ സീതാറാം ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ജയണ്ണ ഞങ്ങൾക്ക് 12,000 രൂപ തരാനുണ്ടായതെന്നും അത് തിരിച്ചു ചോദിച്ചതല്ലാതെ ഞങ്ങൾ അയാളെ ഒന്നും ചെയ്തിട്ടില്ലെന്നും ടിപ്പറുകാരൻ സീതാറാമിനോട് പറയുന്നു. കൃത്യം ഈ സമയത്താണ് സെബാസ്റ്റ്യൻ അവിടേക്ക് വരുന്നത്. സീതാറാം ആവശ്യപ്പെട്ട പ്രകാരം മകളെ ശല്യം ചെയ്യുന്ന ചെറുക്കന്റെ ഫോട്ടോയും ഡീറ്റെയിൽസും സെബാസ്റ്റ്യൻ സീതാറാമിനെ ഏൽപ്പിക്കുന്നു. മുമ്പ് സെബാസ്റ്റ്യൻ കൊല്ലുന്നതായി കാണിച്ച ചെറുപ്പക്കാരന്റെ ഫോട്ടോ ആയിരുന്നു അത്. സീതാറാം ആ പയ്യന്റെ ഫോട്ടോ എടുത്ത് നോക്കുമ്പോഴാണ് ചൂണ്ടക്കാരൻ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞ് സ്റ്റേഷനിലേക്ക് കോള് വരുന്നത്. ആ ചൂണ്ടക്കാരന്റെ പേര് കെഞ്ച എന്നായിരുന്നു. കെഞ്ചയുടെ സൈക്കിളും മറ്റു സാധനങ്ങളും കുളക്കരയിൽ കിടക്കുന്നത് കണ്ട് കെഞ്ചയുടെ അച്ഛനാണ് പോലീസ് വിവരം അറിയിക്കുന്നത്. സീതാറാമും ശ്രീനിവാസ സ്ഥലത്തെത്തി പരിശോധിച്ചെങ്കിലും പ്രത്യേകിച്ചൊന്നും കണ്ടെത്താനാവുന്നില്ല. പക്ഷെ തൊട്ടടുത്ത കാട്ടിലൂടെ ആരോ വലിച്ചൊഴിച്ചുകൊണ്ടുപോയ പാടും ഒരു വണ്ടിയുടെ തുരുമ്പ് ഒടിച്ച ചെറിയ ഭാഗവും സീതാറാമിന്റെ ശ്രദ്ധയിൽപ്പെടുന്നു. നെക്സ്റ്റ് സീനിൽ സീതാറാം സ്റ്റേഷനിലിരുന്ന് ഇതുവരെയുള്ള കൊലപാതകത്തെക്കുറിച്ചും അന്വേഷണ വഴികളെക്കുറിച്ചും മൗനമായി ചിന്തിക്കുന്നതാണ് കാണിക്കുന്നത്. ഈ സമയത്താണ് ശ്രീനിവാസ് അവിടേക്ക് വരുന്നത്. ശ്രീനിവാസിനോട് കേസിന്റെ കാര്യം ഡിസ്കസ് ചെയ്യുമ്പോഴാണ് താൻ ഗണ്ണ് വെക്കുന്ന ലോക്കർ തുറന്നു കിടക്കുന്നത് സീതാറാമിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അല്പ ആശങ്കയോടെ ലോക്കർ പരിശോധിക്കുമ്പോഴാണ് ഗണ്ണ് മിസ്സിംഗ് ആണെന്ന് സീതാറാമിന് മനസ്സിലാകുന്നത്. ഗണ്ണ് എങ്ങനെ മിസ്സിംഗ് ആണെന്ന് സീതാറാം ആലോചിക്കുന്ന സമയം മറുഭാഗത്ത് ആ ഗണ്ണ് കൈവശം വെച്ചിരിക്കുന്ന സെബാസ്റ്റ്യനെ കാണിക്കുന്നു. ഗണ്ണെടുത്തത് രാവിലെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വിളിപ്പിച്ച ടിപ്പറുകാരാണെന്ന് കരുതി സീതാറാം അവരെ വീണ്ടും വിളിച്ച് ചോദ്യം ചെയ്യുന്നെങ്കിലും തങ്ങളൊന്നും ചെയ്തിട്ടില്ലെന്ന് അവര് മറുപടി പറയുന്നു. അങ്ങനെ ഇനി എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് രാവിലെ സെബാസ്റ്റ്യൻ വന്ന് മകളെ ശല്യം ചെയ്യുന്ന പയ്യന്റെ ഫോട്ടോയും ഡീറ്റെയിൽസും തന്ന കാര്യം സീതാറാമിന് ഓർമ്മ വരുന്നത്. ഇതിന്റെ ഇടയ്ക്ക് ആ കാര്യം മറക്കണ്ടെന്ന് കരുതി സീതാറാം ആ ഫോട്ടോ ഹെഡ് കോൺസ്റ്റബിളിന് കൊടുത്ത് ആ പയ്യനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കാൻ ഏർപ്പാട് ചെയ്യുന്നു. പക്ഷെ ആ പയ്യന്റെ ഫോട്ടോ കണ്ട് സംശയം തോന്നുന്ന ഹെഡ് കോൺസ്റ്റബിൾ നോട്ടീസ് ബോർഡ് പരിശോധിക്കുമ്പോഴാണ് 3 മാസം മുമ്പ് റിപ്പംപേട്ട് സ്റ്റേഷനിൽ നിന്ന് മിസ്സിംഗ് കംപ്ലൈന്റ് നൽകിയ പയ്യന്റെ ഫോട്ടോയാണ് സെബാസ്റ്റ്യൻ തന്നതെന്ന് അയാൾക്ക് മനസ്സിലാകുന്നത്. ഹെഡ് കോൺസ്റ്റബിൾ ഇക്കാര്യം അറിയിക്കുമ്പോൾ സീതാറാം ആകെ കൺഫ്യൂസ് ആവുന്നു. ശേഷം ആ ഫോട്ടോയിലെ പയ്യന്റെ അമ്മയെ സീതാറാം സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നു.
കാണാതായ മകനെ കുറിച്ച് എന്തെങ്കിലും വിവരം പറയാനായിരിക്കും സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചതെന്ന് കരുതിയിരിക്കുമ്പോഴാണ് സെബാസ്റ്റ്യൻ എന്നൊരാൾ അയാളുടെ മകളെ ശല്യം ചെയ്യുന്ന പരാതി അന്വേഷിക്കാനാണ് പോലീസ് വിളിപ്പിച്ചതെന്ന് ആ അമ്മയ്ക്ക് മനസ്സിലാവുന്നത്. പക്ഷെ ഇതറിഞ്ഞതും സെബാസ്റ്റ്യന്റെ മകള് മരിച്ചിട്ട് 3 മാസമായെന്നും മാനസിക പ്രശ്നങ്ങൾ കാരണം അയാൾ ഇങ്ങനെ ഓരോ കള്ളക്കഥ പറഞ്ഞു നടക്കുന്നതാണെന്നും ആ അമ്മ സീതാറാമിനോട് പറയുന്നു. പക്ഷെ അത് പറഞ്ഞിട്ടും സീതാറാം തന്നെ വിശ്വസിക്കുന്നില്ലെന്ന് കണ്ടതും നിങ്ങൾ നാട്ടിൽ വന്ന് ആരോടെങ്കിലും അന്വേഷിച്ചു നോക്കാൻ ആ അമ്മ പറയുന്നു. പോകാനിറങ്ങും മുമ്പ് തന്റെ മകനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചു തരണമെന്ന് പറഞ്ഞിട്ടാണ് ആ അമ്മ അവിടെ നിന്ന് പോകുന്നത്. ഒടുവിൽ സത്യം കണ്ടെത്താൻ സീതാറാം നേരെ റിപ്പമ്പേട്ട് സ്റ്റേഷനിലേക്ക് പോകുന്നു. ആ പയ്യന്റെ അമ്മ പറഞ്ഞതൊക്കെ സത്യമാണെന്നും സെബാസ്റ്റ്യന്റെ മകള് 3 മാസം മുമ്പ് സൂയിസൈഡ് ചെയ്തതാണെന്നും റിപ്പമ്പേട്ട് എസ്ഐ സീതാറാമിനോട് പറയുന്നു. 20 വർഷങ്ങൾക്ക് മുന്നെയാണ് സെബാസ്റ്റ്യന്റെ ഭാര്യ വീട്ടിൽ വെച്ച് തീപ്പൊള്ളലേറ്റ് മരിക്കുന്നത്. അന്ന് അതിന്റെ പേരിൽ സെബാസ്റ്റ്യനെ അറസ്റ്റ് ചെയ്തെങ്കിലും സിംഗിൾ പാരന്റ് എന്ന ആനുകൂല്യത്തിൽ സെബാസ്റ്റ്യൻ രക്ഷപ്പെടുകയായിരുന്നു. ശേഷം അന്നത്തെ കേസ് ഫയൽ ഇൻസ്പെക്ടർ സീതാറാമിന് കാണിച്ചു കൊടുക്കുന്നു. സെബാസ്റ്റ്യന്റെ മകൾ ഒരു മെക്കാനിക് പയ്യനുമായ പ്രണയത്തിലായിരുന്നു. ഇതേ തുടർന്ന് വീട്ടിൽ നിരന്തരമായ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അങ്ങനെ 3 മാസം മുൻപ് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. അതോടെയാണ് ആ പയ്യൻ തന്നെ മകളെ ശല്യം ചെയ്യുന്നെന്ന് പറഞ്ഞ് സെബാസ്റ്റ്യൻ അവന്റെ ഫോട്ടോയായിട്ട് നടക്കാൻ തുടങ്ങുന്നത്. മനോനില തകർന്ന സെബാസ്റ്റ്യനെ കുറിച്ച് നാട്ടുകാരിൽ നിന്നും പരാതികൾ കിട്ടാൻ തുടങ്ങിയതോടെയാണ് പോലീസുകാർ അയാളെ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ഓടിച്ചുവിടുന്നത്. സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയ ശേഷം സെബാസ്റ്റ്യൻ മുമ്പ് പഠിപ്പിച്ചിരുന്ന സ്കൂളിലും നാട്ടുകാരോടും എല്ലാം സീതാറാം അന്വേഷിക്കുമ്പോൾ സ്റ്റേഷനിൽ നിന്നറിഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അവർക്കും പറയാനുണ്ടായിരുന്നത്. ശേഷം സീതാറാം ഈ കാര്യങ്ങളൊക്കെ തന്റെ ടീമിലുള്ളവരെ അറിയിക്കുന്നു. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ സാറിന്റെ ഗണ്ണെടുത്തതും സെബാസ്റ്റ്യൻ ആയിരിക്കുമെന്ന് ശ്രീനിവാസൻ സീതാറാമിനോട് പറയുന്നു. നെക്സ്റ്റ് സീനിൽ സെബാസ്റ്റ്യന്റെ വീടാണ് കാണിക്കുന്നത്. വീട്ടിലിരിക്കുമ്പോൾ നാട്ടുകാർ ഓരോരുത്തരും തന്നെ വഴക്കു പറയുന്നതായി സെബാസ്റ്റ്യൻ ഹാലുസിനേറ്റ് ചെയ്യുന്നു. അങ്ങനെ ചുറ്റും പരാതി പറയുന്ന ശബ്ദങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായി ചെവി അടയ്ക്കുമ്പോഴാണ് റൂമിനുള്ളിൽ നിന്നും മകളും മെക്കാനിക് പയ്യനുമായി സെക്സ് ചെയ്യുന്ന ശബ്ദം കേൾക്കുന്നത്. ഇത് കേട്ടതും സെബാസ്റ്റ്യൻ വാതിൽ ചവിട്ടി തുറന്ന് റൂമിനുള്ളിൽ കയറുന്നു. റൂമിനുള്ളിൽ അവരെ ഒരുമിച്ച് കണ്ടതും ദേഷ്യത്തോടെ സെബാസ്റ്റ്യൻ ആ മെക്കാനിക് പയ്യനെ ഉപദ്രവിക്കുന്നു. ഈ സമയം മകൾ വന്ന് വഴക്കിനിടെ കയറുമ്പോൾ സെബാസ്റ്റ്യൻ അവളെ പിന്നിലേക്ക് തള്ളുന്നു. ആ വീഴ്ചയിൽ സെബാസ്റ്റ്യന്റെ മകൾ മരണപ്പെടുന്നു. എന്നാൽ സെബാസ്റ്റ്യൻ ആവട്ടെ അതൊന്നും ശ്രദ്ധിക്കാതെ കയ്യിൽ കിട്ടിയ ആയുധം കൊണ്ട് ആ മെക്കാനിക് പയ്യനെ തന്റെ കല തീരുവോളം കുത്തി കൊലപ്പെടുത്തുന്നു. ഈ സീനാണ് സെബാസ്റ്റ്യനെ ആദ്യമായിട്ട് കാണിക്കുമ്പോൾ നമ്മളെ കാണിക്കുന്നത്. 3 മാസങ്ങൾക്ക് മുമ്പ് മകളെയും കാമുകനെയും കൊലപ്പെടുത്തിയ സെബാസ്റ്റ്യൻ പ്രസന്റിൽ വീണ്ടും ആ സംഭവം ഹാലുസിനേറ്റ് ചെയ്ത് ആ പയ്യനെ കൊല്ലുന്നത് പോലെ ഒരു തലയണയിൽ തന്റെ കല തീരുവോളം കുത്തിക്കയറുന്നു. ശേഷം റൂമിന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് പുറത്താരോ വന്നിരിക്കുന്നതായി സെബാസ്റ്റ്യന് തോന്നുന്നത്. മാത്രമല്ല മനോനില ശരിയല്ലാത്തതുകൊണ്ട് മരിച്ച മകൾ ഇപ്പോഴും ജീവനോടെ ഉള്ളതായിട്ടാണ് സെബാസ്റ്റ്യൻ ഹാലുസിനേറ്റ് ചെയ്യുന്നത്. പുറത്താരാണ് വന്നതെന്ന് നോക്കുന്ന സമയത്ത് സെബാസ്റ്റ്യന്റെ കയ്യിലിരിക്കുന്ന തോക്ക് കണ്ട് സ്റ്റേഷനിൽ നിന്നും നിങ്ങൾ ഇത് മോഷ്ടിച്ചതാണല്ലേ എന്ന് മകൾ സെബാസ്റ്റ്യനോട് ചോദിക്കുന്നു. നിങ്ങൾ ഉണ്ടാക്കിയ തീപ്പൊറി ഇപ്പൊ നിങ്ങളെ തന്നെ ആള് കത്തിക്കാൻ പോവുകയാണെന്ന് സെബാസ്റ്റ്യന്റെ മകൾ പറയുമ്പോഴേക്കും കഥയിൽ ആരും മുട്ടുന്ന ശബ്ദം കേൾക്കുന്നു. സെബാസ്റ്റ്യൻ നിന്ന് ഡോറ് തുറക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്ന സീതാറാമയെ കണ്ട് അയാൾ ചെറുതായി ഒന്ന് ഷോക്കാവുന്നു. സീതാറാം ആകട്ടെ ഒന്നും സംഭവിക്കാത്ത മണ്ടിൽ അകത്തേക്ക് കയറി മകൾ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഉള്ളിലുണ്ടെന്ന രീതിയിൽ സെബാസ്റ്റ്യൻ മറുപടി പറയുന്നു. ആ പയ്യൻ വീണ്ടും വന്ന് പ്രശ്നം ഉണ്ടാക്കിയെന്ന് ചോദിക്കുമ്പോൾ അവനിപ്പോ വന്നിട്ട് പോയതേ ഉള്ളെന്ന് സെബാസ്റ്റ്യൻ മറുപടി പറയുന്നു. ശേഷം സീതാറാമിന് കുടിക്കാൻ വെള്ളം എടുക്കാനായി സെബാസ്റ്റ്യൻ അടുക്കളയിലേക്ക് പോകുമ്പോൾ സീതാറാം ആകട്ടെ അകത്തേക്ക് കയറി ഓരോ റൂമും പരിശോധിക്കുന്നു. അകത്തിരിക്കുന്ന ചോറ് പുരണ്ട ഒരു കത്തി കണ്ടതും സീതാറാം അതെടുത്ത് നോക്കിയ ശേഷം അകത്തുള്ള അടച്ചിട്ട ഒരു റൂമിലേക്ക് കയറുന്നു. ആ റൂമിനുള്ളിൽ നിന്നും അസഹ്യമായ ദുർഗന്ധം വരുന്നത് സഹിച്ചാണ് സീതാറാം അകത്തേക്ക് കയറുന്നത്. അവിടെ ഉണ്ടായിരുന്ന അടച്ചു വെച്ചൊരു ചെമ്പുപാത്രം തുറന്നു നോക്കുമ്പോൾ അതിനുള്ളിൽ ചീഞ്ഞഴുകിയ നിലയിലെ ഒരു ശവശരീരം കണ്ട് സീതാറാം ആകെ ഷോക്കാവുന്നു. ഇതേ സമയം തന്നെയാണ് സെബാസ്റ്റ്യൻ സീതാറാമിനെ പിന്നിൽ നിന്ന് ഷൂട്ട് ചെയ്യുന്നത്. പക്ഷെ സെബാസ്റ്റ്യൻ രണ്ടാമത് ഷൂട്ട് ചെയ്യുന്നതിന് മുന്നേ സീതാറാം അയാളെ തടയുന്നു. എങ്കിലും കലി അടങ്ങാതെ സെബാസ്റ്റ്യൻ വീണ്ടും സീതാറാമിനെ ഉപദ്രവിക്കാൻ തുടങ്ങിയതും പുറത്തു നിന്നിരുന്ന മറ്റു പോലീസുകാർ അകത്തേക്ക് വന്ന് സെബാസ്റ്റ്യനെ പിടികൂടുന്നു. സെബാസ്റ്റ്യനെ അറസ്റ്റ് ചെയ്ത ശേഷം സീതാറാമിനെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുന്നു. ബുള്ളറ്റ് ശരിക്ക് തുളഞ്ഞു കയറാത്തതിനാൽ നിസ്സാര പരിക്കുകളോടെ സീതാറാം രക്ഷപ്പെടുന്നു. ഒടുവിൽ കുറ്റവാളിയെ കണ്ടെത്തിയതിന് കമ്മീഷണർ സീതാറാമിനെ നേരിട്ട് വിളിച്ച് അഭിനന്ദിക്കുന്നു. തെളിവുകളുമായി സെബാസ്റ്റ്യനെ ശിവമോഗ സ്റ്റേഷനിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യണമെന്നും കമ്മീഷണർ സീതാറാമിനോട് പറയുന്നു. നെക്സ്റ്റ് സീനിൽ സെബാസ്റ്റ്യനെ ശിവമോഗ സ്റ്റേഷനിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഈ സമയത്താണ് വസന്ത് എവിടെയെന്ന് സീതാറാം ഹെഡ് കോൺസ്റ്റബിളിനോട് തിരക്കുന്നത്. വസന്തിന്റെ ഫോണ് ഇന്നലെ മുതൽ സ്വിച്ച് ഓഫ് ആണെന്നും പിന്നെ അങ്ങോട്ട് കണ്ടിട്ടില്ലെന്നും ഹെഡ് കോൺസ്റ്റബിൾ മറുപടി പറയുന്നു. ഈ സമയം കാടിന് നടുവിലെ ഒരു ഒഴിഞ്ഞ കെട്ടിടത്തിൽ പോലീസ് പാൻസ് ധരിച്ച കൈകാലുകൾ മുള്ളുവേലിയെ ബന്ധിക്കപ്പെട്ട ഒരാളുടെ ദേഹത്തേക്ക് ആരോ കത്തി തറച്ചു കയറ്റുന്നത് കാണിക്കുന്നു. നെക്സ്റ്റ് സീനിൽ ആ കെട്ടിടത്തിന്റെ അടുത്ത് പണിക്ക് വന്ന 2 ചെറുപ്പക്കാർ
വീടിനുള്ളിൽ ഡെഡ് ബോഡി കിടക്കുന്നത് കണ്ട് പോലീസിൽ ഇൻഫോം ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഇത്തവണ ഇരയുടെ സ്ഥാനത്ത് വസന്തിനെ കണ്ടതും സീതാറാം മക വല്ലാതെയാവുന്നു. മുൻപ് കാണാതായ ചൂണ്ടക്കാരൻ കെഞ്ചയുടെ ബോഡിയും ഇവിടെ നിന്നാണ് കിട്ടിയതെന്ന് ശ്രീനിവാസ സീതാറാമിനോട് പറയുന്നു. സെബാസ്റ്റിനെ അറസ്റ്റ് ചെയ്തിട്ടും അടുത്തൊരു സീരിയൽ കില്ലിംഗ് കൂടി ഉണ്ടായതിനാൽ സെബാസ്റ്റിനല്ല തങ്ങൾ അന്വേഷിക്കുന്ന സൈക്കോ കില്ലർ എന്നും അയാൾ കൊന്നത് മകളെയും കാമുകനെയും മാത്രമാണെന്നും അവർക്ക് മനസ്സിലാവുന്നു. ഈ സമയം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ കൊല്ലപ്പെട്ടതിനാൽ ജനങ്ങളാകെ പരിഭ്രാന്തരാകുന്നു. തുടർന്ന് ജനങ്ങളെല്ലാം ജാഗ്രത പാലിക്കണമെന്ന് പബ്ലിക് അനൗൺസ്മെന്റ് നടത്തുന്നു. ഈ സീനാണ് മൂവിയുടെ തുടക്കത്തിൽ നമ്മൾ കാണിക്കുന്നത്. നെക്സ്റ്റ് സീനിൽ വസന്തിന്റെ ഭാര്യയും മകളും സ്റ്റേഷനിൽ വന്നിരിക്കുന്നതാണ് കാണിക്കുന്നത്. വസന്തിന്റെ യൂണിഫോമും കൊല്ലപ്പെട്ട സമയം ദേഹത്തുണ്ടായിരുന്ന ആഭരണങ്ങളും ശ്രീനിവാസാണ് വസന്തിന്റെ ഭാര്യയെ ഏൽപ്പിക്കുന്നത്. വസന്തിന്റെ മരണത്തിൽ അനുശോചനം അറിയിക്കുന്നതിനൊപ്പം എന്താവശ്യത്തിനും കൂടെ ഉണ്ടാകുമെന്ന് സീതാറാം അവർക്ക് ഉറപ്പ് നൽകുന്നു. ശേഷം അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് വസന്തിന്റെ യൂണിഫോമിൽ നിന്നും ഒരു റെസിപ്റ്റ് താഴേക്ക് വീഴുന്നത്. അത് കണ്ട് ശ്രീനിവാസ് അതെടുത്ത് വസന്തിന്റെ ഭാര്യയെ ഏൽപ്പിക്കുന്നു. ഇത് മോളുടെ മ്യൂസിക് ക്ലാസ്സിലെ റെസിപ്റ്റ് ആണെന്നും മോൾ സംഗീതം പഠിക്കുന്നത് വസന്തിന് തീരെ ഇഷ്ടമല്ലായിരുന്നെന്നും പറഞ്ഞ് വസന്തിന്റെ ഭാര്യ പുറത്തേക്ക് ഇറങ്ങുന്നു. ഇത് കേട്ടതും സീതാറാം ആ റെസിപ്റ്റ് വാങ്ങി വെറുതെ ഒന്ന് നോക്കുന്നു. പഴയതോരൊന്ന് ഓർത്തെടുക്കുമ്പോഴാണ് ആദ്യം കൊല്ലപ്പെട്ട ജയണ്ണയുടെ മകളും ഇതേ മ്യൂസിക് ക്ലാസ്സിൽ പഠിക്കുന്നെന്ന് പറഞ്ഞ കാര്യം സീതാറാമിന് ഓർമ്മ വരുന്നത്. ജയണ്ണയെ പോലെ പിന്നീട് കൊല്ലപ്പെട്ട അശോകിനും ഗഞ്ചിക്കും വസന്തിനും എല്ലാം ഒരേ പ്രായത്തിലുള്ള പെൺമക്കളാണുള്ളത്. ശേഷം സീതാറാം നേരെ ബാർ ഉടമയും കൂട്ടി അയാളുടെ ഭാര്യയുടെ മ്യൂസിക് ക്ലാസ്സിലേക്ക് പോകുന്നു. സീതാറാം സംശയിച്ചതുപോലെ ഇതുവരെ മരണപ്പെട്ട 4 പേരുടെയും പെൺമക്കൾ ഈ മ്യൂസിക് ക്ലാസ്സിലാണ് പഠിച്ചിരുന്നത്. മ്യൂസിക് ടീച്ചറിനെ ക്വസ്റ്റ്യൻ ചെയ്തതിനു ശേഷം അവിടെ പഠിക്കുന്ന മറ്റ് സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് അടങ്ങിയ രജിസ്റ്ററും സീതാറാം അവരോട് ചോദിച്ചു വാങ്ങുന്നു. ഇതുവരെ നടന്ന കൊലപാതകങ്ങളെ ലിങ്ക് ചെയ്യുന്ന ഒരു കോമൺ പോയിന്റ് എന്ന നിലയിൽ ഈ മ്യൂസിക് ക്ലാസ്സിന് മേൽ ഒരു പ്രത്യേക ശ്രദ്ധ വേണമെന്ന് സീതാറാം ശ്രീനിവാസിനെ പറഞ്ഞു ഏൽപ്പിക്കുന്നു. കൊലയാളി ഒരുപക്ഷെ ഇതേ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയെ നഷ്ടപ്പെട്ട ആളായിരിക്കുമെന്നും മാത്രമല്ല ആ പെൺകുട്ടി അവളുടെ അച്ഛനിൽ നിന്നും എന്തൊക്കെയോ ക്രൂരതകൾ സഹിച്ചിട്ടുള്ള ആളായിരിക്കുമെന്നും സീതാറാം ശ്രീനിവാസനോട് പറയുന്നു. പക്ഷെ ഇപ്പോഴും കൊലയാളി വിട്ടിട്ട് പോയ എന്തോ ഒരു ക്ലൂ മിസ്സാവുന്നുണ്ടെന്നും അത് ഉടൻ തന്നെ കണ്ടെത്തണമെന്നും സീതാറാം കൂട്ടിച്ചേർക്കുന്നു. ശേഷം ഇതുവരെ കൊല്ലപ്പെട്ട 4 പേരുടെയും ക്രൈം സ്പോട്ടിൽ പോലീസ് വീണ്ടും അടിച്ചു പറക്കുന്നെങ്കിലും അവിടെ നിന്നും യാതൊരു തെളിവും കിട്ടുന്നില്ല. പക്ഷെ അപ്പോഴാണ് വിക്ടിംസിന്റെ വീട് ചെക്ക് ചെയ്യാൻ വിട്ടുപോയ കാര്യം സീതാറാമിന് ഓർമ്മ വരുന്നത്. ആദ്യം ജയണ്ണയുടെ വീട്ടിലും രണ്ടാമതായി അശോകിന്റെ വീട്ടിലും സീതാറാം നേരിട്ട് എന്ന് അന്വേഷിക്കുന്നു. അശോകിന്റെ വീട് പരിശോധിക്കുമ്പോഴാണ് മുൻപ് ജയണ്ണയുടെ വീട്ടിൽ കണ്ട അതേ മൂട് ഒരു ചെറിയ വീണ അവിടെയുള്ളത് സീതാറാമിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഈ വീണ എവിടെയെന്നാണെന്ന് ചോദിക്കുമ്പോൾ ഒരു ദിവസം വീടിന്റെ ഗേറ്റിനരിയിൽ നിന്ന് കിട്ടിയതാണെന്ന് അശോകിന്റെ മകൾ മറുപടി പറയുന്നു. ശേഷം കൊല്ലപ്പെട്ട ബാക്കി 3 പേരുടെയും വീടുകളിൽ അന്വേഷിക്കുമ്പോൾ അവർക്ക് സെയിം രീതിയിലെ വീണ ഗേറ്റിനടുത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നു. മ്യൂസിക് ക്ലാസ്സിലെ 15-നും 20-നും ഇടയിൽ പ്രായമുള്ള പെൺകുട്ടികളുടെ അച്ഛന്മാരാണ് ഇതുവരെ കൊല്ലപ്പെട്ട 4 പേരും. മ്യൂസിക് ക്ലാസ്സിലെ ശേഷിക്കുന്ന 15-നും 20-നും ഇടയിൽ പ്രായമുള്ള പെൺകുട്ടികളുടെ ലിസ്റ്റ് എടുത്ത ശേഷം അവർക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു വീണ കിട്ടിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ സീതാറാം തന്നെ സബോർഡിനേറ്റ്സിനെ പറഞ്ഞു വിടുന്നു. ശേഷം വീണ്ടും കേസിനെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് റിപ്പമേഡ് സ്റ്റേഷനിൽ വെച്ച് സെബാസ്റ്റിന്റെ കേസ് ഫയലിനൊപ്പം കണ്ട മറ്റൊരു ഫയലിലെ ഫോട്ടോയിൽ വിക്ടിംസിന്റെ വീട്ടിൽ നിന്ന് കിട്ടിയ പോലത്തെ ഒരു വീണ കണ്ടതുപോലെ സീതാറാമിന് ഓർമ്മ വരുന്നത്. അക്കാര്യം ഓർമ്മ വരുന്നതും സീതാറാം നേരെ റിപ്പമേഡ് സ്റ്റേഷനിലേക്ക് പോകുന്നു. സീതാറാം സംശയിച്ചതുപോലെ സെബാസ്റ്റിന്റെ കേസ് ഫയലിനൊപ്പം ഉണ്ടായിരുന്ന ഒരു ഫയലിൽ കൈകാലുകളും കഴുത്തും മുള്ളുവേലിയാൽ ബന്ധിക്കപ്പെട്ട് ദേഹവാസകല മുറിവുകളുമായി കൊല ചെയ്യപ്പെട്ട ഒരാളുടെ ഫോട്ടോ ഉണ്ടായിരുന്നു. ആ ഡെഡ് ബോഡിയുടെ അരികിലായി വിക്ടിംസിന്റെ വീട്ടിൽ നിന്ന് കിട്ടിയ സെയിം രീതിയിലെ ഒരു വീണയും കിടപ്പുണ്ടായിരുന്നു. അതാണ് മുൻപ് വന്നപ്പോൾ സീതാറാം ചെറുതായി കണ്ടത്. 20 വർഷം മുന്നേ നടന്ന ആ കേസ് അന്വേഷിച്ചത് അന്നത്തെ ഇൻസ്പെക്ടർ ആയിരുന്ന ശ്രീനാഥ് എന്നൊരു ഓഫീസർ ആയിരുന്നു. ശ്രീനാഥ് റിട്ടയർഡ് ആയിട്ടിപ്പോ വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും സീതാറാം അദ്ദേഹത്തിന്റെ അഡ്രസ് തേടി പിടിച്ച് അവിടേക്ക് പോകുന്നു. സീതാറാം കൊണ്ടുവന്ന കേസ് ഫയൽ നോക്കിയിട്ട് അല്പം പേടിയോടെയാണ് ശ്രീനാഥ് അന്നത്തെ കാര്യങ്ങൾ ഓർത്തെടുക്കുന്നത്. ശേഷം നമ്മളെ ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. റിപ്പം വീട്ടിലെ ഒരു സാധാരണ കുടുംബത്തിലെ അംഗമായ മഞ്ജ എന്നൊരു ചെറുപ്പക്കാരനും നാട്ടിലെ തന്നെ പ്രധാന പണക്കാരനും പ്രമാണിയുമായ കൃഷ്ണഗൌഡയുടെ മകൾ കാവ്യയുമായി പ്രണയത്തിലായിരുന്നു. കാവ്യ സംഗീതം പഠിക്കുന്നതിനിടെ മഞ്ജ അവിടേക്ക് വരികയും ടീച്ചർ കാണാതെ കാവ്യ മഞ്ജയോട് സംസാരിക്കാൻ പോകുന്നതും ഒക്കെ സാധാരണയായിരുന്നു. അങ്ങനെ ആരും അറിയാതെ കാവ്യയും മഞ്ജയും അവരുടെ പ്രണയവുമായി മുന്നോട്ട് പോകുന്ന സമയത്താണ് ഒരിക്കൽ ഒരു വഴിയോരത്ത് അവർ രണ്ടും തനിച്ചിരുന്ന് സംസാരിക്കുന്നത് നാട്ടുകാരനായ അച്യുതൻ കാണുന്നത്. തങ്ങളെ ഒരുമിച്ച് കണ്ട കാര്യം കാവ്യയുടെ അച്ഛനെ അറിയിക്കരുതെന്ന് മഞ്ജ കാല് പിടിച്ചു പറഞ്ഞിട്ടും അച്യുതൻ അക്കാര്യം ഗൌഡയെ അറിയിക്കുന്നു. കാര്യങ്ങൾ അറിഞ്ഞ് ഗൌഡയാവട്ടെ മഞ്ജയെ ഒരുപാട് ഉപദ്രവിക്കുകയും ശേഷം തന്റെ വേലക്കാരിക്ക് പണം കൊടുത്ത് മഞ്ജ അവളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന് കള്ളം പറയിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വേലക്കാരിയുടെ മൊഴിയുമേൽ പോലീസ് മഞ്ജയെ അറസ്റ്റ് ചെയ്യുന്നു. ഒടുവിൽ മഞ്ജ ശിക്ഷ കഴിഞ്ഞു വരുമ്പോ സ്വന്തം അമ്മ പോലും അവനെ തള്ളി പറയുന്നു. അമ്മയും പെങ്ങളും പോലും തന്നെ കുറ്റക്കാരനായി കാണുന്നതിൽ മനസ്സ് വിഷമിച്ചിരിക്കുമ്പോഴാണ് കാവ്യയുടെ വിവാഹം കഴിഞ്ഞ കാര്യവും മാത്രമല്ല ഗൌഡ ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ടെന്നും ഒരു കൂട്ടുകാരൻ വഴി മഞ്ജ അറിയുന്നത്.
ഗൗഡ മരിച്ചെങ്കിലും ഗൗഡയോട് തങ്ങളുടെ പ്രേമത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്ത അച്യുതനെ കാണുമ്പോൾ തന്റെ ജീവിതം നശിപ്പിച്ച അയാളോട് മഞ്ജയ്ക്ക് വല്ലാത്ത പക തോന്നുന്നു. താൻ നാണം കെട്ടതുപോലെ ഈ നാട്ടുകാരുടെ മുമ്പേ അച്യുതന് നാണം കെടണമെന്ന് മഞ്ജ തീരുമാനിക്കുന്നു. ഒരു ദിവസം രാത്രി അച്യുതൻ ഒരു ഒഴിഞ്ഞ വീടിനടുത്തൂടെ പോകുമ്പോഴാണ് അതിനുള്ളിൽ നിന്നും ആരോ കതക് തട്ടുന്ന ശബ്ദം കേൾക്കുന്നത്. ആരാണെന്നറിയാനായി കതക് തള്ളി തുറന്നതും അച്യുതനെ തള്ളി അകത്തേക്കിട്ട് ഉള്ളിലുണ്ടായിരുന്ന മഞ്ജ പുറത്തേക്കിറങ്ങി കതക് പുറത്തുനിന്നും പൂട്ടുന്നു. ശേഷം മഞ്ജ തന്നെ ഒച്ച വെച്ച് അവിടേക്ക് ആളുകളെ വിളിച്ചു കൂട്ടുന്നു. ആളുകൾ വന്ന് കതക് തുറക്കുമ്പോൾ കണ്ണുകെട്ടി വസ്ത്രങ്ങളും കീറിയ നിലയിലുള്ള അച്യുതന്റെ മകളെയാണ് കാണുന്നത്. നാട്ടുകാർ ചേർന്ന് ആ പെൺകുട്ടിയുടെ കണ്ണിലെ കെട്ടഴിച്ചു മാറ്റി അവളെ ഒരു ഷാൾ കൊണ്ട് പുതയ്ക്കുന്നു. ആരാണ് അവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതെന്ന് നോക്കുമ്പോഴാണ് അകത്ത് നിന്ന് അച്യുതൻ പുറത്തേക്ക് ഇറങ്ങുന്നത്. സ്വന്തം അച്ഛൻ തന്നെയാണ് തന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതെന്ന് തിരിച്ചറിവിൽ ആ പെൺകുട്ടി അകത്ത് തകർന്നു പോകുന്നു. ഈ സമയം നാട്ടുകാരെല്ലാവരും കൂടെ അച്യുതനെ അവിടെ ഇട്ട് തന്നെ തള്ളി ശരിയാക്കുന്നു. കുറച്ചു നാളുകൾക്ക് ശേഷം നാണക്കേട് ഭയന്ന് അച്യുതന്റെ മകൾ സൂയിസൈഡ് ചെയ്യുന്നു. ഇത്രത്തോളം ആയതോടെ അച്യുതൻ മാനസികമായിട്ട് തകരുമെന്ന് മഞ്ജ കരുതിയെങ്കിലും അയാൾ വീണ്ടും പഴയ പോലെ കള്ളു കുടിച്ച് നടക്കുകയായിരുന്നു. അതോടെയാണ് അച്യുതനെ തന്നെ ഇല്ലാതാക്കാൻ മഞ്ജ തീരുമാനിക്കുന്നത്. ഒരു ദിവസം രാത്രി മഞ്ജ കയ്യിലൊരു വാക്കത്തിയുമായി അച്യുതന്റെ വീട് വിട്ട് പുറത്തേക്ക് ഓടുന്നത് കണ്ട് നാട്ടുകാരെ ചിലർ പോലീസിൽ അറിയിക്കുന്നു. പക്ഷെ പോലീസ് വരുമ്പോ കൈകാലുകളും കഴുത്തും മുള്ളുവേലിയെ വരിഞ്ഞു മുറുക്കി ദേഹവാസകളും മുറിവുകളുമായി കിടക്കുന്ന അച്യുതന്റെ ഡെഡ് ബോഡിയാണ് കാണുന്നത്. അന്നത്തെ ആ സംഭവത്തിന് ശേഷം പിന്നീട് ആരും മഞ്ജയെ കണ്ടിട്ടില്ല. അച്യുതനെ മഞ്ജ കൊന്നതിന് ഒരു കാരണം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ കൊലപാതകങ്ങൾ ചെയ്യാൻ എന്തായിരിക്കും കാരണമെന്ന് ശ്രീനാഥ് ചോദിക്കുമ്പോൾ സീതാറാമിന് അതിന് ഉത്തരം അറിയുമായിരുന്നില്ല. മഞ്ജയുടെ ഫാമിലി ഇപ്പോഴും നാട്ടിലുണ്ടോ എന്ന് സീതാറാം അന്വേഷിക്കുമ്പോൾ അതെ എന്ന് ശ്രീനാഥ് മറുപടി പറയുന്നു. ശേഷം സീതാറാം നേരെ മഞ്ജയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. മഞ്ജ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അന്ന് നാട് വിട്ടതിന് ശേഷം പിന്നീട് ഒരിക്കലും അവൻ ഇങ്ങോട്ട് വന്നിട്ടില്ലെന്ന് മഞ്ജയുടെ അമ്മ മറുപടി പറയുന്നു. പക്ഷെ അപ്പോഴാണ് മഞ്ജയുടെ സഹോദരിയുടെ വിവാഹത്തിന് അവൻ വന്നിട്ടുണ്ടായിരുന്നെന്ന് അയൽക്കാരിൽ ഒരാൾ അവരോട് പറയുന്നത്. അതറിഞ്ഞതും സീതാറാം മഞ്ജയുടെ അമ്മയെ ഒന്ന് സൂക്ഷിച്ചു നോക്കുമ്പോൾ കല്യാണത്തിന് ആരൊക്കെ വന്നെന്ന് നോക്കിയിരിക്കാനൊന്നും പറ്റില്ലല്ലോ എന്ന് ആ സ്ത്രീ മറുപടി പറയുന്നു. ശേഷം സീതാറാം മഞ്ജയുടെ സഹോദരിയുടെ വിവാഹ കാസറ്റ് പ്ലേ ചെയ്തു നോക്കുന്നു. വിവാഹ സദ്യ ഉണ്ണുന്നവരിൽ മഞ്ജയുള്ളത് അയൽക്കാരൻ സീതാറാമിന് കാണിച്ചു കൊടുക്കുന്നു. അതിൽ മഞ്ജയുടെ മുഖം കാണുമ്പോഴാണ് അന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് ഡോക്ടറിന്റെ കൂടെയുണ്ടായിരുന്ന അസിസ്റ്റന്റ് മഞ്ജയാണെന്ന് സീതാറാം തിരിച്ചറിയുന്നത്. ഈ സമയം വീടിനുള്ളിലെ മഞ്ജയെ തിരഞ്ഞ ശേഷം അവൻ ഇവിടെ ഇല്ലെന്ന് കോൺസ്റ്റബിൾ സീതാറാമിനോട് പറയുന്നു. ശേഷം അവര് ഹോസ്പിറ്റലിൽ വിളിച്ചു നോക്കുമ്പോഴാണ് മഞ്ജ അവിടുന്ന് 3 ദിവസമായിട്ട് ലീവാണെന്നും മാത്രമല്ല വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലും ഇല്ലെന്ന് സീതാറാമിന് മനസ്സിലാകുന്നത്. അവിടുന്ന് തിരിച്ച് സ്റ്റേഷനിലേക്ക് പോകും വഴിയാണ് സീതാറാമിന്റെ ചേച്ചിയുടെ മകൾക്കാണ് അടുത്ത വീണ് കിട്ടിയതെന്ന് കോൺസ്റ്റബിൾ വിളിച്ചറിയിക്കുന്നത്. ഇതറിഞ്ഞതും സീതാറാം നേരെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോകുന്നു. പക്ഷെ സീതാറാമിനെ കണ്ടതും അവനോട് സംസാരിക്കാതെ ചേച്ചി വീട്ടിനുള്ളിലേക്ക് കയറുന്നു. അളിയന്റെ ജീവൻ ഇപ്പൊ ആപത്തിലാണെന്നും അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് വന്നതെന്നും പറഞ്ഞിട്ടും അതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ സീതാറാമിന്റെ ചേച്ചി അകത്ത് കയറി വാതിലടയ്ക്കുന്നു. സീതാറാമനോടുള്ള ദേഷ്യത്തിലാണ് അങ്ങനെ ചെയ്തതെങ്കിലും അവൻ പോയ ശേഷം അവര് ഭർത്താവിനെ വിളിച്ച് ഉടനെ വീട്ടിലേക്ക് വരണമെന്ന് മാത്രം പറയുന്നു. അവര് കോള് കട്ടാക്കിയ ഉടൻ തന്നെ സീതാറാമും അളിയന്റെ ഫോണിലേക്ക് വിളിക്കുന്നു. ഞാൻ സീതാറാമാണെന്ന് പറയുമ്പോഴേ ബാക്കി കേൾക്കാതെ കോള് കട്ടാക്കി അളിയൻ തന്റെ ക്ലയന്റുമായി സംസാരിക്കുന്നു. അപ്പോഴാണ് സീതാറാമിന്റെ അളിയനെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ശ്രീനിവാസ് കോൾ ചെയ്യുന്നത്. സീതാറാം ഉടനെ അവിടേക്ക് ചെല്ലുന്നെങ്കിലും അളിയൻ അവനോട് സംസാരിക്കാൻ കൂട്ടാക്കുന്നില്ല. ഒടുവിൽ അളിയനെ ഫോളോ ചെയ്യാൻ സീതാറാം 2 പോലീസുകാരെ ഏർപ്പാട് ചെയ്യുന്നു. ഈ സമയത്താണ് റോഡിൽ 1-2 സ്ഥലത്ത് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ പരസ്യം സീതാറാമിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അതേ ടെക്സ്റ്റൈലിന്റെ ഒരു പുതിയ കവറ് മഞ്ജയുടെ വീട്ടിലുണ്ടായിരുന്നത് സീതാറാമിന്റെ ഓർമ്മയിൽ വരുന്നു. ഇവിടെ അടുത്തുള്ള ഷോപ്പിൽ നിന്നും അങ്ങ് ഗ്രാമത്തിൽ താമസിക്കുന്ന മഞ്ജയുടെ അമ്മ പർച്ചേസ് ചെയ്യാൻ സാധ്യതയില്ലെന്ന് മനസ്സിലാക്കിയതും സീതാറാം നേരെ ആ ടെക്സ്റ്റൈലിലേക്ക് ചെല്ലുന്നു. അവിടുത്തെ CCTV പരിശോധിച്ചതും സംശയിച്ചതുപോലെ മഞ്ജ പർച്ചേസ് ചെയ്യുന്നത് സീതാറാം കാണുന്നു. മഞ്ജയുടെ അമ്മ കള്ളം പറഞ്ഞാണെന്നും മഞ്ജ അവിടെ തന്നെ ഉണ്ടെന്നും മനസ്സിലായതോടെ സീതാറാം വേഗം അവിടേക്ക് പോകുന്നു. സീതാറാം ഓൾറെഡി ആ വീടിന് കാവൽ ഏർപ്പെടുത്തിയിരുന്നതുകൊണ്ട് പുറത്തേക്ക് രക്ഷപ്പെടാൻ സാധിക്കാതെ മഞ്ജ ആ വീട്ടിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. മഞ്ജയ്ക്ക് രക്ഷപ്പെടാൻ ഒരു അവസരം പോലും കൊടുക്കാതെ സീതാറാമും ടീമും മഞ്ജയെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു. ശ്രീനാഥ് പറഞ്ഞ മഞ്ജയുടെ കഥയിലെ 3/4 ഭാഗവും സത്യമായിരുന്നെങ്കിലും മഞ്ജ അച്യുതനെ കൊന്നുവെന്ന് പറഞ്ഞത് സത്യമായിരുന്നില്ല. അച്യുതനെ കൊല്ലാൻ തന്നെയാണ് മഞ്ജ അന്ന് രാത്രി അയാളുടെ വീട്ടിലേക്ക് പോയതെങ്കിലും മഞ്ജ ചെല്ലുമ്പോ അച്യുതന്റെ ഡെഡ് ബോഡിയാണ് അവിടെ കാണുന്നത്. അത് കണ്ട് ആകെ പേടിച്ച് നാട്ടിൽ നിന്ന ചെയ്യാത്ത തെറ്റുകൂടി തന്റെ തലയിലാകുമെന്ന് ഭയന്നാണ് മഞ്ജ അന്ന് നാട് വിട്ടത്. എങ്കിലും അച്യുതനെ തന്റെ കൈകൊണ്ട് കൊല്ലാൻ കഴിയാത്തതിന്റെ നിരാശ മഞ്ജയ്ക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മഞ്ജ ഒരു പോസ്റ്റ്മോർട്ടം അസിസ്റ്റന്റായി ജോലി നോക്കുന്നത്. തന്റെ കൺമുന്നിൽ വരുന്ന ഓരോ ഡെഡ് ബോഡിയിലും മഞ്ജ അച്യുതനെയാണ് കാണുന്നത്. അങ്ങനെ ഇരിക്കെയാണ് വർഷങ്ങൾക്ക് ശേഷം അച്യുതൻ കൊല്ലപ്പെട്ട അതേ രീതിയിലുള്ള ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടത്തിന് വരുന്നത്. ആ ഡെഡ് ബോഡി കണ്ടതും മഞ്ജയ്ക്കാകെ ഭയം തോന്നുന്നു.
ആ ഭയം കൊണ്ടാണ് ഞാൻ ഇവിടം വിട്ട് പോകാൻ ശ്രമിച്ചതെന്നും മഞ്ജു സീതാറാമിനോട് പറയുന്നു. പക്ഷെ മഞ്ജു പറയുന്ന ഒന്നും സീതാറാം പൂർണ്ണമായി വിശ്വസിക്കുന്നില്ല. ഇനി ഇതുപോലെ കൊലപാതകങ്ങൾ തുടരുമ്പോ ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് മഞ്ജു സീതാറാമിനോട് പറയുന്നു. നീ പറഞ്ഞതുപോലെ അച്യുതനെ മറ്റുള്ളവരെ നീ കൊന്നിട്ടില്ലെങ്കിലും മറ്റൊരു വലിയ തെറ്റ് നീ ചെയ്തിട്ടുണ്ടെന്ന് സീതാറാം മഞ്ജുയോട് പറയുന്നു. സ്വന്തം അച്ഛൻ നശിപ്പിക്കാൻ ശ്രമിച്ചു എന്ന തെറ്റിദ്ധാരണയിൽ സൂയിസൈഡ് ചെയ്ത അച്യുതന്റെ മകളുടെ മരണത്തിന് കാരണം സത്യത്തിൽ നീയാണെന്നും അങ്ങനെ ഒരവസ്ഥ നിന്റെ കുടുംബത്തിൽ ആർക്കെങ്കിലും ആണെങ്കിൽ അപ്പോഴും നീ ആ തെറ്റിനെ ന്യായീകരിക്കുവോ എന്നും സീതാറാം ചോദിക്കുമ്പോൾ മഞ്ജു അതിന് മറുപടിയൊന്നും പറയുന്നില്ല. മഞ്ജയെ ലോക്കപ്പിൽ അടച്ച് അവൻ പറഞ്ഞത് ഓരോന്നായി ചിന്തിച്ചെടുക്കുമ്പോഴാണ് ശ്രീനിവാസ് അവിടേക്ക് വരുന്നത്. ഇനി ഒരു പക്ഷെ മഞ്ജു പറഞ്ഞ പോലെ ഈ കഥയ്ക്ക് നമ്മൾ അറിയാത്തൊരു മറുവശം ഉണ്ടാകുമോ എന്ന് ശ്രീനിവാസ് ചോദിക്കുമ്പോൾ മഞ്ജയെ പൂർണ്ണമായി വിശ്വസിക്കാൻ ഒക്കില്ലെന്ന് സീതാറാം മറുപടി പറയുന്നു. ഈ സമയത്താണ് ഹെഡ് കോൺസ്റ്റബിൾ അവിടേക്ക് ഓടി വന്ന് മഞ്ജു ലോക്കപ്പിനുള്ളിൽ തൂങ്ങിയ വിവരം പറയുന്നത്. ബോഡി താഴെ ഇറക്കുമ്പോഴേക്കും മഞ്ജു മരണപ്പെട്ടിരുന്നു. മഞ്ജയുടെ ബോഡി ഹോസ്പിറ്റലിലേക്ക് മാറ്റിയ ശേഷം ആകെ വല്ലാത്തൊരവസ്ഥയിലിരിക്കുമ്പോഴാണ് സീതാറാമിന്റെ ചേച്ചി അവിടേക്ക് വരുന്നത്. അദ്ദേഹം ഇതുവരെ വീട്ടിൽ വന്നിട്ടില്ലെന്നും മൊബൈൽ സ്വിച്ച് ഓഫ് ആണെന്നും ചേച്ചി വെപ്രാളത്തോട് പറയുമ്പോൾ മഞ്ജു പറഞ്ഞ കാര്യമാണ് സീതാറാമിന് ഓർമ്മ വരുന്നത്. എവിടെയാണ് തനിക്ക് പാളിച്ച സംഭവിച്ചതെന്ന് ഓർത്തെടുക്കുമ്പോഴാണ് അച്യുതന് ഒരു മകൻ കൂടിയുണ്ടെന്നും അച്യുതന്റെ മരണശേഷം അവനെ ഒരു സ്ത്രീ ദത്തെടുത്തുവെന്നും ശ്രീനാഥ് പറഞ്ഞ കാര്യം സീതാറാമിന് ഓർമ്മ വരുന്നത്. അച്യുതന്റെ കേസ് ഫയൽ പരിശോധിക്കുമ്പോൾ അതിൽ ആ കുട്ടിയുടെ പേര് ശിവ എന്നാണെന്നും അവനെ കൊണ്ടുപോയിരിക്കുന്നത് ശിവകോടയിലേക്കാണെന്നും മനസ്സിലാവുന്നു. ശേഷം സീതാറാം തന്റെ അളിയനെ മൊബൈൽ ട്രാക്ക് ചെയ്യാൻ സൈബർ സെല്ലിൽ പറയുന്നതിനോടൊപ്പം പുള്ളി അവസാനം കണ്ട സ്ഥലത്തൊക്കെ നേരിട്ട് എന്ന് അന്വേഷിക്കുന്നു. ഈ സമയത്താണ് സീതാറാമിന്റെ ഫോണിലേക്ക് അളിയന്റെ കോള് വരുന്നത്. എന്നെ ഇവൻ കൊല്ലാൻ പോവുകയാണെന്നും എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നും അളിയൻ കരഞ്ഞോണ്ട് പറയുമ്പോ അളിയൻ ഇപ്പൊ എവിടെയാണെന്ന് സീതാറാം തിരിച്ചു ചോദിക്കുന്നു. അതിന് കൃത്യമായ ഒരു ഉത്തരം പറയാതെ ഇവിടെ അടുത്ത് മീൻവല ഉണ്ടെന്ന് മാത്രമാണ് അളിയൻ മറുപടി പറയുന്നത്. ശേഷം അളിയന്റെ കരച്ചിലുകളും ഒപ്പം ആരോ ഉപദ്രവിക്കുന്ന ശബ്ദവും മാത്രമാണ് ഫോണിലൂടെ കേൾക്കാൻ കഴിയുന്നത്. ആ കോള് കട്ടാവുമ്പോഴേക്കും സൈബർ സെല്ലിൽ നിന്ന് കോള് വരുന്നു. സീതാറാമിന്റെ അളിയന്റെ മൊബൈൽ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടെന്നും ആ മൊബൈൽ ഇപ്പൊ ട്രാവലിംഗിലാണെന്നും സൈബർ സെല്ലിൽ നിന്ന് പറയുമ്പോൾ സീതാറാമൻ ടീമും അവർ പറഞ്ഞ ലൊക്കേഷനിൽ എത്തുന്നു. പക്ഷെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയിൽ നിന്ന് അളിയന്റെ ഫോൺ മാത്രം കിട്ടിയതും കൊലയാളി തങ്ങളെ മിസ്ലീഡ് ചെയ്തതാണെന്ന് അവർക്ക് മനസ്സിലാവുന്നു. ശേഷം എന്തെങ്കിലും ഒരു ക്ലൂ കണ്ടെത്താനായി അളിയനോട് ഫോണിൽ സംസാരിച്ചിരിക്കുന്നത് വീണ്ടും ഓർത്തെടുക്കുമ്പോഴാണ് സംസാരത്തിനൊപ്പം കേട്ട ഒരു ക്ലാസിക്കൽ മ്യൂസിക്കിന്റെ ടേപ്പ് റെക്കോർഡ് ശബ്ദം സീതാറാമിന് ഓർമ്മ വരുന്നത്. മുൻപ് മ്യൂസിക് ക്ലാസ് വെച്ചും ഒപ്പം മറ്റൊരിടത്തും സീതാറാം ഇതേ പാട്ട് കേട്ടിട്ടുണ്ടായിരുന്നു. സ്റ്റേഷനിലെ തൂപ്പുകാരിയായിരുന്ന രത്നമ്മ മരിച്ച ശേഷം അവരുടെ വീട്ടിൽ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പഴയ ടേപ്പ് റെക്കോർഡിലും ഇതേ പാട്ടാണ് കേട്ടിരുന്നത്. മാത്രമല്ല അന്ന് ആ പരിസരത്ത് മീൻ വലയും പഴയൊരു തുരുമ്പ് ഒഴിച്ച് പിക്കപ്പും കിടക്കുന്നത് കണ്ട കാര്യവും സീതാറാം ഓർത്തെടുക്കുന്നു. അതേ പിക്കപ്പ് ജഗന്നെ അവസാനം കണ്ട ബാലിലെ CCTV ഫൂട്ടേജിലും സീതാറാം അവസാനമായി അളിയനെ കണ്ട സമയം അവിടെ ഉണ്ടായിരുന്നു. മക്കളില്ലായിരുന്ന രത്നമ്മ ദത്തെടുത്ത അച്യുതന്റെ മകൻ ശിവയാണ് യഥാർത്ഥ പ്രതിയെന്ന് സീതാറാം ആ നിമിഷം തിരിച്ചറിയുന്നു. മറുഭാഗത്ത് ക്ലാസിക്കൽ സോങ് ടേപ്പ് റെക്കോർഡിൽ ഓണാക്കി സീതാറാമിന്റെ അളിയനെ ഉപദ്രവിക്കാൻ വരുന്ന ശിവയെ കാണിക്കുന്നു. ശേഷം നമ്മള് ശിവയുടെ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. അമ്മയില്ലാത്ത ശിവയെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് നോക്കുന്നത് അവന്റെ ചേച്ചിയായിരുന്നു. മഞ്ജയുടെ കാമുകി കാവ്യയെ സംഗീതം പഠിപ്പിച്ചിരുന്നതും ശിവയുടെ ചേച്ചിയായിരുന്നു. ചേച്ചിയുടെ സംഗീതത്തിന്റെ വലിയൊരു ആരാധകൻ കൂടിയായിരുന്നു ശിവ. പക്ഷെ കള്ളു കുടിച്ചു നടക്കുന്ന അച്യുതന് മകളെ സംഗീതം പഠിപ്പിക്കുന്നത് തീരെ ഇഷ്ടമായിരുന്നില്ല. അമ്മയില്ലാത്ത ദുഃഖത്തിലും അച്യുതന്റെ വഴക്കിനിടയിലും ശിവയും ചേച്ചിയും തങ്ങളുടേതായ സന്തോഷം കണ്ടെത്തുന്നു. പക്ഷെ ഇതിനിടയിലാണ് അന്നത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതോടെ സ്വന്തം അച്ഛൻ തന്നെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചെന്ന നിലയിൽ ആളുകളെല്ലാം വളരെ സഹതാപത്തോടെയാണ് ശിവയുടെ ചേച്ചിയോട് പെരുമാറുന്നത്. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ സ്വന്തം മകളെ തന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ച അയാളെ എന്നെ കൊന്നുകളഞ്ഞേനെയെന്ന് രണ്ട് സ്ത്രീകൾ പറയുന്നത് ശിവയും കേൾക്കാനിടയാവുന്നു. കാര്യങ്ങളൊന്നും പൂർണ്ണമായിട്ട് മനസ്സിലായില്ലെങ്കിലും അന്നത്തെ സംഭവത്തിനു ശേഷം തന്റെ ചേച്ചി വീട് വിട്ട് പുറത്തിറങ്ങാത്തതിനും തന്നോട് പോലും അധികം സംസാരിക്കാത്തതിനും കാരണം അച്ഛനാണെന്ന് ശിവയ്ക്ക് മനസ്സിലാവുന്നു. ഒരു ദിവസം രാത്രി ശിവയും ചേച്ചിയും കൂടെ മുറ്റത്തിരിക്കുമ്പോഴാണ് കള്ളം കുടിച്ച് അച്യുതൻ അവിടേക്ക് വരുന്നത്. മകൾ കാരണമാണ് ചെയ്യാത്ത കുറ്റത്തിന് നാട്ടുകാരുടെ മുമ്പിൽ നാണം കെട്ടി നടക്കുന്നതെന്ന് അച്യുതൻ പറയുമ്പോൾ ശിവയുടെ ചേച്ചി ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറുന്നു. ചേച്ചിയുടെ വിഷമമൊക്കെ മാറാനായി പിറ്റേ ദിവസം രാവിലെ ശിവ അടുത്തുള്ളൊരു കടയിൽ പോയി അവൾക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു കുഞ്ഞു വീണ വാങ്ങി വീട്ടിലേക്ക് വരുന്നു. പക്ഷെ കതവ് തുറന്നതും കൺമുമ്പിൽ തൂങ്ങിയാടുന്ന ചേച്ചിയുടെ ചലനമറ്റ മൃതദേഹം കണ്ട് അവനാകെ പേടിച്ചു പോകുന്നു. തന്റെ ചേച്ചിയെ നഷ്ടപ്പെടാൻ കാരണമായ അച്ഛനോട് ശിവയ്ക്ക് പകയാണ് തോന്നുന്നത്. ആ പക തീർക്കാൻ ശിവയാണ് അച്യുതനെ ക്രൂരമായി കൊലപ്പെടുത്തുന്നത്. പക്ഷെ ഒരു കുട്ടിയായതിനാൽ ശിവയെ ആരും സംശയിച്ചില്ലെന്ന് മാത്രമല്ല പഴി മുഴുവൻ മഞ്ജയുടെ തലയിലാവുകയും ചെയ്യുന്നു. ചേച്ചിയുടെ മരണത്തെ തുടർന്ന് ചെറുതായി മനോനില തെറ്റിയ ശിവ ചേച്ചിയുടെ പാട്ടുള്ള ടേപ്പ് റെക്കോർഡുമായി സമയം ചെലവഴിക്കുന്നു.
അങ്ങനെ ആരോരും ഇല്ലാതെ അനാഥനായി കഴിഞ്ഞ സമയത്താണ് മക്കളില്ലാതിരുന്ന രത്നമ്മ ശിവയെ സ്വന്തം മകനായി ദത്തെടുത്ത് ശിവമോഗയിലേക്ക് കൊണ്ടുവരുന്നത്. സത്യത്തിൽ രത്നമ്മയുടെ കരുതലും സ്നേഹവും കൊണ്ട് ശിവ പതിയെ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരുന്നു. അങ്ങനെ രത്നമ്മയോടൊപ്പം ഒരു ചെറിയ ലോകത്തിൽ ഒതുങ്ങിക്കൂടിയ ശിവയ്ക്ക് പെട്ടെന്നുള്ള അവരുടെ മരണം ഉൾക്കൊള്ളാനാവുന്നില്ല. രത്നമ്മ മരണപ്പെട്ടതോടെ പഴയ ഏകാന്തതയിലേക്ക് മടങ്ങുന്നതിനൊപ്പം പഴയ മാനസിക പ്രശ്നങ്ങളും ശിവയിൽ തലപൊക്കുന്നു. അപ്പോഴെല്ലാം അവൻ ചേച്ചി പാടിയ ക്ലാസിക്കൽ സോങ് കേൾക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഒരു ദിവസം ഫിഷ് മാർക്കറ്റിൽ ജോലി ചെയ്യുമ്പോൾ അടുത്തുള്ള മ്യൂസിക് ക്ലാസ്സിൽ നിന്നും ചേച്ചി പാടിയ അതേ പാട്ട് പഠിപ്പിക്കുന്നത് ശിവ കേൾക്കുന്നത്. ആ പാട്ട് ശ്രദ്ധിച്ച് അവൻ പോലും അറിയാതെയാണ് കാലുകൾ മ്യൂസിക് ക്ലാസ്സിനടുത്തേക്ക് ചലിക്കുന്നത്. അപ്പോഴാണ് ജയണ്ണ മകളെ എന്തോ വഴക്ക് പറഞ്ഞ് മ്യൂസിക് ക്ലാസ്സിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്നത് ശിവ കാണുന്നത്. മനോനില തെറ്റിയ ശിവയ്ക്ക് ആ പെൺകുട്ടിയെ സ്വന്തം ചേച്ചിയായിട്ടും ജയണ്ണെ സ്വന്തം അച്ഛനായിട്ടുമാണ് തോന്നുന്നത്. പണ്ട് തന്റെ ചേച്ചിയെ അച്ഛൻ ടോർച്ചർ ചെയ്ത സ്ഥാനത്ത് ജയണ്ണെ സങ്കല്പിക്കുന്ന ശിവ ആ ദേഷ്യത്തിനാണ് അയാളെ കൊലപ്പെടുത്തുന്നത്. പിന്നീട് കൊലപ്പെട്ട 3 പേരും ഇതേപോലെ പല കാരണങ്ങൾ കൊണ്ട് മ്യൂസിക് ക്ലാസ്സിൽ നിന്ന് മക്കളെ വഴക്ക് പറഞ്ഞു കൊണ്ടുപോയവരായിരുന്നു. ഏറ്റവും ഒടുവിലായി സീതാറാമിന്റെ അളിയനെയാണ് ശിവ ആ രീതി കാണുന്നത്. പഴയതൊക്കെ ഓർത്തെടുത്തുകൊണ്ട് കയ്യിലിരുന്ന കത്തിയാൽ സീതാറാമിന്റെ അളിയന്റെ ശരീരത്ത് ശിവ മുറിവുകൾ ഉണ്ടാക്കുന്നു. ഈ സമയത്താണ് ശിവയാണ് യഥാർത്ഥ പ്രതിയെന്ന് തിരിച്ചറിഞ്ഞ് സീതാറാം അവിടേക്ക് വരുന്നത്. സീതാറാമിനെ പെട്ടെന്ന് കണ്ടതും ഒരു ഭ്രാന്തനെ പോലെ ശിവ അവനെ ആക്രമിക്കുന്നു. അങ്ങനെ 2 പേരും പരസ്പരം ഉണ്ടാക്കുന്ന വഴക്കിനൊടുവിൽ ശിവ കൊല്ലപ്പെടുകയും സീതാറാമിന് കാര്യമായ പരിക്കുകൾ ഉണ്ടാകുകയും ചെയ്യുന്നു. ശേഷം മരിച്ചു കിടക്കുന്ന ശിവയുടെ കണ്ണിലൂടെ ഒരു കാഴ്ച നമ്മളെ കാണിച്ചു തരുന്നു. ഒരു കുന്നിൻ ചെരുവിൽ തന്നെ കാത്തു നിൽക്കുന്ന ചേച്ചിയുടെ അരികിലേക്ക് അവൾക്ക് കൊടുക്കാനുള്ള വീണയും കൊണ്ട് ശിവ ചെല്ലുന്നത് കാണിച്ച് ആ സീൻ കട്ടാവുന്നു. നെക്സ്റ്റ് സീനിൽ ഒരു പുഴയുടെ അരികിൽ നിൽക്കുന്ന സീതാറാമിന്റെ അടുത്തേക്ക് അവന്റെ ചേച്ചി വരുന്നതാണ് കാണിക്കുന്നത്. പഴയ പിണക്കമൊക്കെ മറന്ന് ചേച്ചി സീതാറാമനോട് സ്നേഹത്തോടെ പെരുമാറുന്നത് കാണിച്ചാണ് ഈ മൂവി അവസാനിക്കുന്നത്. അപ്പൊ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ മൂവി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മൂവിയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് എന്ത് തന്നെയാണെങ്കിലും കമന്റ്സിലൂടെ അറിയിക്കുക. അപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.